ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ എഴുന്നേറ്റ് അടിച്ചൊക്കെ വാരിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് നേരം ഫുള്ളില്ല, പറ്റുന്ന പോലെ കുറച്ചൊക്കെ എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പം അവിടെ പപ്പയമ്മയില്ല, അവർ കല്യാണത്തിന് പോയത്, ഇന്ന് വരുള്ളൂ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോ എടുക്കാമല്ലോ. രാവിലത്തെ പണി അടിച്ചുവാരൽ കഴിഞ്ഞു. ഇപ്പോൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക എന്നാൽ പിന്നെ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ്. മക്കൾ എഴുന്നേറ്റിട്ടില്ല, അവർ മൂന്നും നല്ല ഉറക്കത്തിലാണ്. പിന്നെ കുഞ്ഞോച്ചനും ലച്ചുവിനും സ്കൂളിൽ വിടണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിനി പാത്രമൊക്കെ ഒന്ന് കഴുകട്ടെ. ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ എടുത്ത് അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കട്ടെ. ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ചോറ് വെച്ചതും പിന്നെ കറി വെച്ചതിൻ്റെയൊക്കെയുള്ള കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകണം. അത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് രാവിലത്തേക്ക് ദോശയും പിന്നെന്താ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, അത് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതോടെ ചെയ്യാം. എന്തായാലും ഞാൻ പോയി പാത്രം കൂടെ കഴുകിയിട്ട് വരാം കേട്ടോ, എന്നിട്ട് ബാക്കി നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ പാത്രമൊക്കെ കഴുകി. അപ്പോൾ അതാ പിന്നെ ആ കാലം വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോറ് വെക്കണം. ചോറ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വെച്ചത് ഉണ്ട് ചോറ്, അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഇട്ടിട്ടുള്ളൂ. കാരണം അവർ വരുമ്പോഴേക്കും വൈകുന്നേരമാകും. പിന്നെ വെറുതെ ചോറ് കളയും. ഞാനും അല്ലൂസുള്ളിൽ വെച്ചും കുഞ്ഞൂസും കൂടെ ഇപ്പോൾ സ്കൂളിൽ പോവുകയും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ പല്ലൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ, ഇനി പല്ല് കേൾക്കണം, ഇങ്ങനെ ഒരു പണി. പിന്നെ ഇതാ ചിക്കൻ ഇത് ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കും കേട്ടോ. അപ്പം അതാക്കുവാണെങ്കിൽ അതും ആവും, ദോശയ്ക്കും കറിയാവും, പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഉച്ചക്കേക്കുള്ളതും ആവും. അപ്പോൾ അതും ഒന്നാക്കണം. വലിയ പണിയൊന്നുമില്ല ഇന്ന്, പ്രത്യേകിച്ച് പണിയില്ല ഇന്ന്. വലിയ പണിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഫുള്ള് തടിച്ച് വരി തുടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ പണിയായിട്ടുള്ളത്. അല്ലാത്തൊന്നും വലിയ പണിയില്ല. പിന്നെ അവരെ സ്കൂളിലും കൂടെ വിട്ട് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും തേങ്ങ ചേർന്നിട്ട് തേങ്ങ അരണ്ടിയിട്ട് വേണം തേങ്ങാപ്പാൽ പിഴിയാൻ. തേങ്ങയെ നോക്കിയില്ലെങ്കിൽ ടൈം ഉണ്ടാവില്ല, എനിക്ക് അവരെ പറഞ്ഞു വിടണ്ടേ. അങ്ങനെ ഇതാ നമ്മൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു. ഇനി എന്താ പറയുക, ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. എൻ്റെ ട്രൈപോഡ് പിള്ളേർ പൊട്ടിച്ചതുകൊണ്ട് അത് വെക്കാനുള്ള എന്താ പറയുക, ഫോൺ വെക്കാനുള്ള ഒരു സ്പേസ് മര്യാദയ്ക്കില്ല, വെക്കാനും കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതാണ് കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ഓരോ എന്താ പറയുക വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതുണ്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും വീഴുന്നില്ലല്ലോ. എന്തായാലും ഇതൊന്നും ഇടട്ടെ ഞാൻ. അതങ്ങനെ എന്താ പറയുക, ഞാൻ ചിക്കൻ ഇട്ടു. ഇനിയിപ്പോൾ ഇതൊന്ന് തേങ്ങാപ്പാലും കൂടി ഒന്ന് ഒഴിച്ചാൽ നമ്മുടെ കറി സെറ്റായി കേട്ടോ. അങ്ങനെ നമ്മളെന്താ കറിക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ കറി തേങ്ങാപ്പാൽ ഒഴിഞ്ഞു. പിന്നെ ഇത് പാത്രം ഒന്ന് കഴുകാനുള്ളത് കേട്ടോ. പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക വലിയ പണിയൊന്നുമില്ല. ഇന്നും ചെയ്തിട്ടില്ല, വലിയ പണിയൊന്നുമില്ല. പിന്നെന്താ, ഒന്ന് പല്ല് കേൾക്കണം. പിന്നെ ഇപ്പം ദോശ എടുക്കില്ല, കാരണം അവർക്ക് 3 പേർക്ക് നല്ല ചൂടോടെ ദോശ വേണം. അത് നൈസായിട്ടുള്ള ചൂടോടെ ദോശ വേണം. അതുകൊണ്ട് ഇപ്പോൾ ചുട്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് അന്നേരം ചുട്ട് കൊടുക്കാം. ഇപ്പോൾ ചുട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇതൊന്ന് ആക്കി കഴിഞ്ഞിട്ട് ആ ഉള്ള പാത്രവും കഴുകിയിട്ട് പിന്നെ വേഗം പോയിട്ട് പല്ല് കേൾക്കണം, ചായ കുടിക്കണം, അങ്ങനത്തെ കുറച്ച് പണി തന്നെ. സമയം 7:30 കഴിഞ്ഞു. ഇനിയിപ്പോൾ അവരെ എഴുന്നേൽപ്പിച്ചിട്ട് അവരെ ഒന്ന് പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഇനി അവർക്ക് ചായ കൊടുക്കട്ടെ. കാരണം അവർക്ക് 9:15 വണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ അവർക്ക് ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. കാരണം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുഡൊന്നും കൊണ്ടുപോകണ്ട, ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. പിന്നെ ബാക്കിയൊക്കെ അവിടെ നിന്ന് ഉണ്ടാവും. അപ്പോൾ എന്താ വേഗം അവരെ ഒന്ന് ഞാൻ വേഗം എഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് വേഗം ചായയൊക്കെ ഒന്ന് കൊടുക്കട്ടെ. ഇനിയെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് പല്ല് തേക്കട്ടെ. പല്ല് വെച്ച് ചായ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവരെ പോയി വിളിക്കാം എന്ന് വിചാരിച്ചു. കാരണം കുറച്ച് പണിയൊന്ന് തീർന്ന് കഴിഞ്ഞിട്ട് ഇതാക്കുകയാണെങ്കിൽ ചായ വെച്ചത് അപ്പോഴേക്കും തണിയല്ലോ. അവർക്ക് തണിഞ്ഞ് ചായയും കുടിച്ചിട്ട് പോയാലോ, അല്ല ചൂടാണെങ്കിൽ അവർ കുടിക്കുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും ചായ കുടിച്ച് പല്ലും തേച്ചിട്ട് പിന്നെ പോയി വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവരെ. അപ്പം എന്തായാലും ഞാനൊന്ന് ബ്രഷ് ചെയ്യട്ടെ.
അപ്പോൾ ഇതാ ചായയൊക്കെ വെച്ചു കേട്ടോ. അപ്പം ആ പാത്രം എന്താ അങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം ഞാനിതേപോലെ തന്നെ എന്താ പറയുക, കാണുന്നില്ലാവോ, കാണുന്നില്ല, ഇതേപോലെ ഒരു ദിവസം എന്തോരം എടുത്തുവെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ നിബിള് കുപ്പി, അല്ലൂസിൻ്റെ നിബിള് കുപ്പി ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി ഇതിനകത്ത് ഇട്ടിട്ട് ഞാൻ മുകളിലേക്ക് കയറിപ്പോയി. അതൊരു വൈകുന്നേര ടൈമായിരുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് എടുത്തു, ഞാൻ ആ കാര്യം വിട്ടുപോയി. ഞങ്ങൾ കുരിശുവരൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് പുക വന്നു കഴിഞ്ഞപ്പോൾ വന്ന് നോക്കുമ്പോണ്ട് ആ പാത്രത്തിൽ കിടന്ന് ഉരുക്കി എന്തോ ഭാഗത്തിന് കത്തി പിടിച്ചില്ല. ഭാഗ്യത്തിന് കത്തി പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഗ്യാസും പൊട്ടിത്തെറിച്ചിട്ടില്ല. ഫുള്ള് ഉരുക്കി ആ ഒരു ഇത് കാരണം, പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കാരണം കുറേ അങ്ങ് ഉരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കുമ്പോഴേക്കും ഇവിടെയെല്ലാം ഫുൾ പുകയും ഫുള്ള് വെള്ളവും പറ്റി കുപ്പിയെല്ലാം പോയായിരുന്നു. അങ്ങനെയാണ് ഈ പാത്രത്തിന് കുറച്ച് കളർ വ്യത്യാസം വന്നതിൻ്റെ കാരണം. ഇതുണ്ടോ, കാണുന്നുണ്ടോ എന്തോ അറിയില്ല. ഇങ്ങനെയാണ്. ഇനി ഞാൻ പോയിട്ട് അവരെ വിളിക്കട്ടെ, ഒന്ന് മുടിയും ചീകി അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവർക്ക് ഇനി ചായയൊക്കെ കൊടുക്കട്ടെ. എന്നിട്ട് വേണം മുകളിലേക്ക് കയറി പോകാൻ. മുകളിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി അവരെ വിളിക്കട്ടെ. നൈസ് ദോശ. എന്താ അവിടെ, എന്തിനാ കരയുന്നേ? അങ്ങനെ ഇതാ അടുത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാസേല വെച്ചത്, കാരണം തിളപ്പിച്ച് വിട്ടാനല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദോശയൊക്കെ ചുട്ട് അവർക്ക് ദോശയൊക്കെ കൊടുത്തു. ലച്ചു കഴിച്ചിട്ടില്ല, ലച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് എന്തോ ഒരു ഇത്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ വീഡിയോ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഉള്ളിൽ പിന്നെ അതുങ്ങൾ തമ്മിൽ ഒച്ചപ്പാട് മോളായിരിക്കും, വഴക്കെന്ന് പറഞ്ഞാൽ ഒരാളിരിക്കുന്ന സീരിയൽ മറ്റൊരാളിരിക്കുമ്പോൾ അത് പ്രശ്നമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുക്കാഞ്ഞത്. പിന്നെ നമ്മുടെ അല്ലു ഇതാ പോണു. അല്ലു അതാട്ടോ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. ഇനി എനിക്ക് മുകളിൽ പോയിട്ട് അവരുടെ മുടി കെട്ടിക്കൊടുക്കണം. മുടി കെട്ടിക്കഴിഞ്ഞാൽ ഞാനൊന്നും വീഡിയോ എടുക്കില്ല കേട്ടോ. പിന്നെ എന്താ, ഇസ്തിരി ഇടാനുണ്ട്. പിള്ളേരുടെ രണ്ടാളുടെ യൂണിഫോം, രണ്ടാളുടെ 2 കളറാണ്. ഒരാളുടെ റോസ് നീല, ഒരാളുടെ നീല ആകാശനീല, ഇളനീല അല്ല കരിനീലയും, ഇളനീലയും കരിനീലയും ഒരാളുടെ റോസും കരിനീലയും. അങ്ങനെയാണ് രണ്ടാളുടെ 2 യൂണിഫോം. അപ്പോൾ അതൊന്ന് തേക്കണം. ഒരാൾ എന്താ പറയുക, LKG ആയതുകൊണ്ട് LKGക്ക് വേറെ കളറും പിന്നെ 1 മുതൽ വേറെ കളറുമാണ് കേട്ടോ. പിന്നെ അതൊന്ന് ഇതാക്കണം. പിന്നെ അവരുടെ ബുക്കൊക്കെ എടുത്ത് കൊടുക്കണം, വെള്ളം വെച്ച് കൊടുക്കണം, പിന്നെ അവരെ ഒരുക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഞാൻ ചെയ്തിട്ട് ഇതാ 2 പേരെ ഒരുക്കി റെഡിയാക്കി കേട്ടോ. സമയം പോയി, നല്ല വലയൊന്നും വായിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ചടേന്നും പറഞ്ഞ് 2 പേരെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ അവരുടെ 2ആളുടെ യൂണിഫോം. അവരുടെ വിചാരം ഫോട്ടോ എടുക്കുമെന്ന്, അതുകൊണ്ട് അങ്ങനെ നിന്നിരുന്നേ കേട്ടോ. ഇനി പപ്പുവാ, ഇനി വണ്ടി കയറ്റി വിടട്ടെ. ഇനി അവരെ നടന്നോ. മേടിച്ചു തരാം. സ്നാക്സൊക്കെ മേടിച്ചു തരാം. നടന്നു. അങ്ങനെ ഇനി എന്തായാലും അവരെ കൊണ്ടുവിട്ടിട്ട് വരട്ടെ കേട്ടോ. 2ആളെ പതിയപ്പോ ഓടല്ലേ. ഇത് ഇവിടെയാട്ടോ വണ്ടി കയറ്റാൻ വേണ്ടി പോകേണ്ടത്. ഇവിടെ തന്നെ ആ കടലിൻ്റെ മുന്നിൽ വന്നാൽ മതി. വണ്ടി എപ്പോഴൊക്കെ വന്നോളൂ. കറക്റ്റ് ഞങ്ങൾ വണ്ടി വരുമ്പോഴാണ് നമ്മൾ വരാറ്. ഇന്ന് പക്ഷേ ഇച്ചിരി നേരത്തെ വന്നു. സ്നാക്സും അങ്ങോട്ടും ഇടും. കഴിഞ്ഞോ ലച്ചു പാട്ട്? ലച്ചു പാട്ട് കഴിഞ്ഞോ? ഇതെവിടെയാ വണ്ടി വരിക? അടങ്ങല്ലോ നാടില്ലേ?
ടാറ്റ ടാറ്റ. വേമോ അല്ല അവിടെ ഭയങ്കര പ്രശ്നമാണ് കൽപ്പറ്റ പ്രോബ്ലം. ഗേറ്റ് തുറക്കാനാണോ ആവോ? തലകത്തിടുതി നടക്ക്. അയ്യോ അങ്ങനെ അവരെ ഒരുപാട് അങ്ങനെ അവരെ രണ്ടുപേരെ വണ്ടി കയറ്റി വിട്ടു. ഇന്ന് ഇവിടം വരെ വന്നായിരുന്നുണ്ട്. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇവിടം വരെ വരും. ഇന്ന് വന്നു. അവിടെ തിരിക്കാൻ സ്ഥലമില്ല. അവിടെ ഒരു വണ്ടി കിടക്കുള്ളതുകൊണ്ട് തന്നെ അവിടെ തിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടം വരെ വന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവരെ കയറ്റി വിട്ടു. ഒന്നാമത്തെ തിരക്കായിപ്പോയി, പെട്ടെന്ന് സമയം പോയി. രണ്ടാമത്തെ എനിക്ക് ഒന്നാമത്തെ മുടി കെട്ടാൻ വേണ്ടി ഭയങ്കര താമസം അവരുടെ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല മുടി കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ടൈം പോയി. പിന്നെ വേഗം ചടപടേന്ന് എല്ലാം റെഡിയാക്കി. പിന്നെ സ്നാക്സ് വാങ്ങാൻ വിട്ടുപോയി. പിന്നെ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് വേഗം ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്തു വിട്ടു. ഇനി വൈകുന്നേരം ആവും വരാൻ. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. വേഗം എനിക്കിനി അടിച്ച് വാരി ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊന്ന് ഇവിടെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണേ കുറച്ച് പണിയാണ്. ആദ്യം ഒന്ന് ഈ എന്താ പറയുക കട്ടിലിൻ്റെ വിരിയും ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ടൊന്ന് അടിച്ചു വാരി തുടയ്ക്കണം. പിന്നെ ജനലെല്ലാം ഒന്ന് തുറന്നിടണം. കുറേ ആയി തുറന്നിട്ടിട്ടെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലും അല്ലായിരുന്നോ, അപ്പോൾ അതൊന്നും എല്ലാം ഒന്ന് തുറന്നിടുവാണെങ്കിൽ കാറ്റൊക്കെ കയറുമല്ലോ. നമ്മുടെ അല്ലൂസിടെ ബിസ്ക്കറ്റ് തിന്നുന്നുണ്ട്. അല്ലു എന്തിയുടെ അമ്മൻ്റെ കുട്ടി എന്തിയേ? ആയി പറഞ്ഞേ, ആയി പറഞ്ഞേ, പറയടാ കണ്ണാ. മിണ്ടൂല നടന്നു മിണ്ടൂല കണ്ണാ. ഇല്ലേ, ഒരു ഉമ്മ തരുമോ? ഒരു ഉമ്മ തരുമോ? അമ്മയ്ക്ക് അപ്പം തരുമോ? എനിക്ക് വേണല്ലോ. തിന്നു തിന്നോ, അമ്മയുടെ കുട്ടി തിന്നൂടെ കണ്ണോ. ഒരു ഉമ്മ തരുമോ? ഇനിയിപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പണിയൊന്ന് നോക്കട്ടെ. പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ട് അവർ കഴിച്ച ഭക്ഷണത്തിന് പാത്രമുണ്ട് താഴെ ഇരിക്കുന്നത്, അത് കഴുകി വെക്കണം. അങ്ങനെ അല്ലറച്ചിട്ട് കയറും. പിന്നെ വലിയ പരിപാടിയില്ല. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഒരു ഇതൊന്നും ഇല്ല. അതുകൊണ്ട് എൻ്റെ രാവിലത്തെ കുറച്ച് നേരം അത്രയേ ഉള്ളൂ, അതേ എടുക്കുന്നുള്ളൂ. പിന്നെ അവർ എന്താ പറയുക വൈകുന്നേരം വരുമ്പോൾ പിന്നെ വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. വേറെ പണി കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആദ്യം ഈ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. എന്നാലും എല്ലാവരെയും എല്ലാവരെയും ഒന്ന് വിരിച്ചിട്ടു അതൊന്ന് ക്ലിയർ ആക്കാം. ഒന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് ഇടട്ടെ. കുറേ ആയി ജനൽ തുറന്നിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ, ഇതേപോലെ ജനൽ തുറന്നിട്ടുവാണെങ്കിൽ ഒന്ന് കാറ്റൊക്കെ കയറിക്കോളും. തുറന്നിടാത്തതുകൊണ്ട് ചിക്കറി വിലയൊക്കെ ഉണ്ട്. അയ്യോ, ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ അമ്മേ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ആയിട്ടുള്ളത്. ഇപ്പം ഇവിടെ ഒന്ന് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തേട്ടെ. വിരിച്ച് നോക്കുമോ? അത് ഇപ്പോൾ പ്രത്യേകിച്ച് വിരിക്കാനൊന്നുമില്ല, എല്ലാം വിരിച്ചിട്ടാണ്. അമ്മ എൻ്റെ മോൾ എന്താ പറയുക, ചിക്കന് വരുമോ ആ ഒരു സാധനമുണ്ട്. അതിനൊന്ന് തട്ടി തുളച്ച് പറക്കി വൃത്തിയാക്കി വെക്കണം. അതാണ് അടുത്ത പണി. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇതെല്ലാം നീറ്റാണ്. അടുത്ത റൂം ഇവിടെ ഒന്ന് എന്തായാലും ഒന്ന് വൃത്തിയാക്കണം. കണ്ടോ, ഇവിടെയെല്ലാം ഒന്ന് ബെഡ്ഷീറ്റ് ഈ പിള്ളേരെല്ലാം ഇതുണ്ടോ തുണിയെല്ലാം കണ്ടോ, ഇതാ ഇങ്ങനെ വലിച്ചു വാരി കൊണ്ടിടും. അവരങ്ങനെ ഒരു ഇതാക്കി ഇടില്ല, എല്ലാം അവിടെ ഇവിടെ അവിടെ ഇവിടെ വലിച്ചു വാരി ഇടും. അപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് ഇങ്ങനെ കൊണ്ട് ഇടുന്നതാട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ അലക്കാനുള്ളതൊക്കെ ഇതിനകത്ത് കൊണ്ടിടേണ്ടത് അവരിങ്ങനെ കൊണ്ടിടും. അപ്പം ഇനി ഇതൊന്ന് കുടഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇനി അടുത്തത് ഇത് അമ്മേൻ്റെ റൂമാട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ കിടക്കാനൊക്കെ ഉള്ളൊരു ധാരണയിൽ വന്ന് കിടന്നതാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക ബെഡിൽ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും താഴേക്ക് പോയി. അപ്പോൾ ഇതൊന്ന് ഒതുക്കി റെഡിയാക്കി എടുക്കട്ടെ. അങ്ങനെ അതും വിരിച്ചു. അത് അത്രയും വിരിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇതാ
അത് ലൈറ്റ് ഓഫാക്കി. ഇനി അടുത്ത എന്താ പറയുക, എല്ലായിടത്തും ലൈറ്റ് ഇട്ടു, മറന്നുപോയി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കിടക്കില്ല, ഞാനവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഇടയ്ക്ക് കയറുന്ന റൂം. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ വെച്ച റൂമാട്ടോ. ഇനി ഈ റൂമാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഇവിടെയൊക്കെ ഇരുട്ടാ. ഇനി ഇവിടെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി എടുക്കണം. ഇതൊന്ന് ലെവലാക്കി എടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പണി കഴിഞ്ഞിട്ട് അടുത്തതെന്ന് പറയാൻ ചെടി നനയ്ക്കാനുണ്ട്. അമ്മേൻ്റെ ചെടി നനയ്ക്കണം. പറഞ്ഞിട്ടാണ് പോയത് ചെടി നനയ്ക്കണേ, നമുക്ക് ചെടി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അപ്പോൾ ചെടി നനയ്ക്കാനുണ്ട്. അപ്പോൾ ഈ ജനൽ തുറക്കാത്തതുകൊണ്ട് തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തുറന്നു കിട്ടില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതുണ്ടോ ശുക്രിയോല, ഇത് തുടയ്ക്കാത്തതുകൊണ്ട് ഇതാക്കാത്തതുകൊണ്ട് തന്നെ നല്ല ചുക്കരി വില. അങ്ങനെ ഒരുത്തി ഇതിൻ്റെ പണ്ടൊക്കെ ചെറുക്കുക എണീറ്റ് കുഞ്ഞിയാ. ഇത് അമ്മേൻ്റെ തലവണി അല്ലല്ലോ, ഇതൊന്നും അമ്മേൻ്റെ തലവണി അല്ലല്ലോ. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കിടക്കില്ല, പകരം വേറെ ആരോ, നമ്മുടെ പപ്പയാന്ന് തോന്നുന്നു, അല്ലെ ആരെങ്കിലും വരുമ്പോൾ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് ഞാൻ കിടക്കാറില്ല, വേറെ ആരെങ്കിലും ആണ് കിടക്കാറ്. ഞാൻ താഴെ കേട്ടോ കിടക്കാറ്. കാരണം എനിക്ക് അത് നോക്കി, അതാരാ നോക്കി. ഇതെന്തായാലും ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കട്ടെ, കാരണം ഇതിൽ നിറച്ച് പൊടിയുണ്ട്. മറിക്കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എന്നെ കാണുന്നില്ലാവും. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ബെഡ് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് താഴെ അല്ലാണ്ട് വേറെ എവിടെയും പറ്റൂല. സംഭവം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കിടക്കുമ്പോഴേക്കും കിടക്കുമ്പോഴേക്കും നടുവേദനയും പുറംവേദന, രാവിലെ എഴുന്നേൽക്കാനേ പറ്റില്ല. മറ്റേതേൽ ഇന്നലെ ഞാനൊരു 5 മിനിറ്റ് കിടന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും എനിക്ക് ഛർദ്ദിക്കാൻ വരുമോ തല കറങ്ങുമോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് പറ്റത്തില്ല. അങ്ങനെ അതും വിരിച്ചിട്ടു കഴിഞ്ഞു. ഇനിയിപ്പം അടിച്ചു വാരുക, തുടയ്ക്കുക, ഇത് രണ്ടും ചെയ്യുക ആണ് അടുത്ത പണി. ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുക. പിന്നെ എന്തായാലും അയ്യോ ചെടിയിലെ വെള്ളം തോന്നുന്നോ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വെച്ച ചെടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് തീരുന്നുണ്ട്. ഞാൻ കുറ്റിയാടി പോയപ്പോൾ നിറച്ച് വെച്ചതാണ്, പക്ഷേ ഇപ്പോഴാക്കിയിട്ട് മുഴുവൻ തീർന്നു. ഇതെന്തായാലും നിറച്ച് വെക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്തായാലും അടിച്ചു വരാൻ പോകും. ഇപ്പോൾ പോയിട്ട് അടിച്ചു വരട്ടെ. ആദ്യം പുറത്ത് സിറ്റ് ഔട്ട് അടിച്ചു വരണം, എന്നിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറി വരാൻ. അപ്പോൾ ആദ്യം പുറത്ത് സിറ്റ് ഔട്ട് അടിക്കട്ടെ. അത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ചുറ്റിനും ആൾക്കാരാണ്, അവർ ഫുള്ള് കാണും. അതുകൊണ്ട് ആ വീഡിയോ മാത്രമേ എടുക്കുന്നില്ല കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളതൊക്കെ ആണ്. സത്യം പറഞ്ഞാൽ എവിടെയാ പറയുക, നമ്മുടെ സിറ്റ് ഔട്ട് അടിച്ചു വരി കഴിഞ്ഞത് എനിക്ക് പെട്ടെന്ന് കിതയ്ക്കും, എന്താണെന്നറിയില്ല, പെട്ടെന്ന് വയ്യാണ്ടാവുകയും ചെയ്യും. ഒരു പണി കഴിയുമ്പോഴേക്കും ഭയങ്കര കിതപ്പ്, ഭയങ്കര ബുദ്ധിമുട്ടുമാണ് കേട്ടോ. അപ്പം ആദ്യം സിറ്റ് ഔട്ടൊക്കെ ഇതാക്കി. ഇനി അടുത്ത് നമ്മളെ നടുക്കത്തെ റൂമാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ എന്താണോ, ഇതുങ്ങൾ തിന്നിട്ട് അങ്ങോട്ട് പോയി നടന്ന് എല്ലാം ചവിട്ടി പരത്തിയിട്ട് ഫുള്ള് ഒട്ടിപ്പിടിച്ചിരിക്കുക. അത് പോകണമെങ്കിൽ തന്നെ നല്ല പണിയാണ്, തുടയ്ക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ കേട്ടോ. ഞാൻ എന്തായാലും ആ വീഡിയോ എന്തായാലും എടുക്കുന്നില്ല, ഇപ്പോൾ അടിച്ചു വരുന്ന വീഡിയോ എന്ത് കാണാനാണ് അല്ലേ, എല്ലാവരും ചെയ്യുന്നത് അല്ലേ, എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്യുന്നില്ലേ, അപ്പോൾ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതിന് ചെറിയ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുകളിലല്ലാതെ അടിച്ചു വരി താഴെ ഞാൻ കിടക്കുന്ന റൂം ഇതാണ്. ഇന്നലെ കിടന്നിട്ടുള്ള പിള്ളേരെല്ലാം കൂടെ അലങ്കോലൊക്കെ ഇട്ടിരിക്കുന്നത്, അത് മടക്കണം. പിന്നെ ഇപ്പം എന്താ ചായ ഇട്ടിരിക്കും. പിന്നെ ഇതുണ്ടോ, മോളിൽ നിന്ന് അടിച്ച് നേരെ താഴേക്ക് ഇവിടുത്തെ അറിയുന്നുണ്ട്. മോളിൽ നിന്നിട്ട് എന്തോ അടി മോളിൽ നിന്ന് അറിയുന്നേ ഇതാ കേട്ടോ. ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കണം. മോളിൽ നിന്ന് എന്ത് കിട്ടിയാലും എടുത്ത് താഴെ കയറാം കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തികേടാവും. ഹലോ ചങ്ങി വരുന്നുണ്ട്. ഇതെന്തിനാ മോളിൽ നിന്ന് എടുത്തെല്ലാം താഴെ കയറിയിരുന്നേ? ഇതെല്ലാം ഒന്ന് വിരിച്ച് ഒതുക്കി സെറ്റാക്കി എടുക്കാം.
ഇവിടെയാണ് ഞാനും ലച്ചും അല്ലൂസും കിടക്കാറ്. ലച്ചു ഇടയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ലച്ചു എല്ലാം മുകളിൽ തന്നെ കിടക്കാറ്, അല്ലെങ്കിൽ ഇവിടെ വന്ന് കിടക്കാറാട്ടോ. അപ്പൊ ഇതൊന്ന് എന്തായാലും വിരിക്കട്ടെ, തിരിച്ചിട്ട് കാണാം. ഒരു പാട്ട് പാടിക്കൊടുത്തേ. എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെയാണോ. അങ്ങുവാനക്കോണിലെ അങ്ങനെ അതൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനിയിപ്പോ അടുത്ത എവിടെ ഒന്ന് അടിച്ചു വരണം. കിച്ചണിൽ പോയിട്ട് അവിടുത്തെ പാത്രം കഴുകണം, ഒന്ന് തുടച്ചിടണം, ചെടിയും നനയ്ക്കണം. പണി കഴിഞ്ഞെന്ന് പറയും, പക്ഷെ എന്തെങ്കിലുമൊക്കെ പണിയുണ്ട്. ഇനി തുണിയും കൂടെ അലക്കണം. എല്ലാം ഇപ്പോൾ ഓർത്താണ് നമ്മൾ ഒരെണ്ണം കഴിയുമ്പോഴേക്കും അടുത്ത് ഓർക്കുക. എന്തായാലും ആ പണി തീർക്കട്ടെ. അങ്ങനെ ഏകദേശം റൂമും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഹാള് തുടയ്ക്കണം, കിച്ചൺ തുടയ്ക്കണം, താഴെ സ്റ്റെപ്പുകൾ തുടയ്ക്കണം, അതിൻ്റെ തൊട്ട് താഴെ റൂം തുടയ്ക്കണം, അത് കഴിഞ്ഞിട്ടുള്ള കിച്ചൺ തുടയ്ക്കണം. അത്രയും കൂടെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാ 4 റൂം ഇപ്പോൾ തുടച്ച് കഴിഞ്ഞ്. പിന്നെ സിറ്റ് ഔട്ട് തുടച്ചു. പിന്നെ അവളിവിടെ എല്ലാം മൂത്രമൊഴിച്ച് എല്ലാം കുളമാക്കി വെച്ചിരിക്കുക. ഇനി അവിടെയൊക്കെ ഒന്ന് തുടങ്ങണം. ഇതാണ് ഏറ്റവും വലിയ പാട് എനിക്ക് തുടയ്ക്കാൻ. കാരണം ഫുള്ള് എന്താ പറയുക, എല്ലാം ഒട്ടി പിടിച്ചിരിക്കുക. അപ്പം എന്തായാലും അതും കൂടി ഒന്ന് തുടയ്ക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ തുടയൊക്കെ കഴിഞ്ഞു കേട്ടോ. തുടയൊക്കെ കഴിഞ്ഞാൽ പുറത്ത് വന്നു. ഇനിയിപ്പോൾ അതിലേ കയറാൻ പറ്റില്ല. നമ്മൾ ഈ താഴെക്കൂടെ വന്നിട്ട് അവരോ മുകളിലേക്ക് കയറിയിട്ട് ഇനി അവിടെ പോയിട്ട് ചെടിയും കൂടെ, അമ്മേൻ്റെ കുറച്ച് ചെടിയുണ്ട്, അതും കൂടി ഒന്ന് നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. പിന്നെയുള്ള വാഷിംഗ് മെഷീനിലെ തുണി അതിപ്പോൾ അലക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ വിരിച്ചിട്ടില്ല നടക്കുള്ളൂ. എന്തായാലും നമുക്ക് മുകളിൽ പോയിട്ട് ചെടി കാണിച്ചും തരാം. ഞാൻ അതേപോലെ തന്നെ നനയ്ക്കും. കയറിക്കോ മുകളിലേക്ക് കയറിക്കോ. ഇതിലേ കേട്ടോ പുറകുവശത്തോടെ താഴെക്കൂടെ വരികയാണെങ്കിൽ നമ്മൾ ഇതിലേ കയറിയാൽ മുകളിലെത്തു കേട്ടോ. അപ്പം ഞാൻ കൂടുതലും ഇതിലേ തന്നെയാണ് കയറാറ്, ഇറങ്ങാറ്. അതിലെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ തുടച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിലെ തന്നെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യാം. കയറി അവിടെ ആരൊക്കെയുണ്ട്, വേഗം കയറി. ഒക്കെ കേട്ടോ അമ്മേൻ്റെ ചെടികളൊക്കെ. ഇതായിരുന്നു നമ്മളുണ്ടാക്കിയ പുൽക്കോട്. ഇത് പിന്നെ ഇത് നക്ഷത്രം ഇങ്ങോട്ടെത്തിയോ, ഇതാ നക്ഷത്രം ഇതാ മോള്. പിന്നെ ട്രീ അവിടെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ എന്താ പറയുക മാലയൊക്കെ തൂക്കിയിട്ടുണ്ട്. രാത്രിയിലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോ, ഞാൻ പറ്റുമെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പുൽക്കോട്. പിന്നെ അമ്മേൻ്റെ ചെടികളൊക്കെ അവിടെ, അതൊന്ന് പോയതാണ് കുറേ. പിന്നെ ഇതവിടെ ഇത് ഫുൾ അമ്മേൻ്റെ ചെടികളാണ്, അങ്ങ് വരെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നനച്ച് റെഡിയാക്കണം. ഇതുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞു മീനുകളാണ് കേട്ടോ, കുഞ്ഞിതാ. പിന്നെ ഇതാ ഇതുണ്ട്, അങ്ങ് വരെ അമ്മേൻ്റെ ചെടികളൊക്കെ. ഇത് ഫുള്ള് നനച്ച് റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ അമ്മ മിനിഞ്ഞാൻ നട്ടത്. ഇത് നനയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം തളിച്ചു കൊടുക്കേണ്ടത്, അതുകൊണ്ടൊന്നും ചെയ്യേണ്ട. അപ്പം അമ്മ ഒന്ന് ചെയ്തോളാന്ന് പറഞ്ഞാൽ എന്തായാലും അതുകൂടി ഒന്ന് നനച്ചു കൊടുക്കാം. നമ്മൾ ഏകദേശം പണി തീർത്തു കേട്ടോ. ഇനിയിപ്പോൾ വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് ചോറ് കൊടുക്കണം, ഇവിടെ ഒന്ന് ഉറക്കണം. ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ പണി. പിന്നെ ഉള്ളത് തുണി അലക്കാൻ വിരിച്ചിടാനാണ്. അത് പിന്നെ കുറച്ച് കണ്ടാലും ചെയ്യുക. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തുണി പിന്നെ വാഷിംഗ് മെഷീനിലാട്ടോ ഇടുന്നത്. അപ്പോൾ അതൊന്ന്
പെട്ടെന്ന് അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളൂ. പിന്നെ ഇവക്കൊന്ന് ചോറ് കൊടുക്കണം അല്ലേ? തോറിനുണ്ടേ ഒങ്ങണ്ടേ? ഇപ്പം ചോറ് കൊടുക്കണം, ഇവിടെ ഒന്ന് ഉറക്കണം. അത് രണ്ടാണ് മെയിനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഉറങ്ങില്ല. അവൾ വൈകി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിയിൽ തീരെ ഉറങ്ങില്ല, എന്നെ ഇട്ട് ഉറക്കുകയില്ല. അപ്പം അതുകൊണ്ട് അവളെ എന്തായാലും അത് ചോറ് കൊടുക്കട്ടെ. അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ രാവിലെ മുതൽ നമ്മുടെ രാവിലത്തെ കുറച്ച് പരിപാടികൾ അത്രയെന്ന് പറയാം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓളെന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.